ചാത്തന്നൂരിൽ നിലം നികത്തൽ വ്യാപകമാകുന്നു. ചാത്തന്നൂർ തോടിനോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളാണ് വൻതോതിൽ മണ്ണിട്ട് നികത്തുന്നത്. 15ഓളം ടിപ്പർ ലോറികളാണ് കരമണ്ണെത്തിച്ച് നിലം നികത്തിയത്. അടിയന്തരമായിട്ട് വില്ലേജ് ഓഫീസർ ഇടപെടണം. നിയമപരമായിട്ട് ഇടപെട്ട് ഇതിൻ്റെ നടപടി സ്വീകരിച്ച് പട്ടികജാതി കോളനി താമസിക്കുന്ന ഭാഗമാണ്. ഇവിടെ പിന്നെ വെള്ളം തോട്ടിൽ നിന്ന് കയറുന്ന വെള്ളം സൈഡിലോട്ട് കയറി ഇത് മുങ്ങിക്കഴിഞ്ഞാൽ അതൊരു വിഷയമാണ്. പിന്നെ അത്യാവശ്യമായിട്ട് നടപടി സ്വീകരിക്കണം. 15ഓളം ടിപ്പർ ലോറികളാണ് അനധികൃതമായി കരമണ്ണെത്തിച്ച് നിലനികത്തിയത്. ഇതോടുകൂടി പ്രദേശവാസികൾ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലായിരിക്കുകയാണ്. മഴ പെയ്താൽ ദേശീയപാതയിലൂടെയുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ മഴയത്തും തോട് കരകവിഞ്ഞൊഴുകി ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലായിരുന്നു. തുടർന്ന് കുടുംബങ്ങളെ സർക്കാർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. 6ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിനോട് ചേർന്നുള്ള ഭൂമിയിലാണ് കഴിഞ്ഞ പുലർച്ചെയോടെ 20ഓളം ടിപ്പർ ലോറികളിൽ കരമണ്ണ് കൊണ്ടുവന്ന് നികത്തിയത്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ താമസമുണ്ട്. ഇത് നടക്കത്തില്ല. ഇത് നീക്കം ചെയ്തേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി കൊണ്ടാണ് അവർ ഈ മണ്ണ് രാത്രി കൊണ്ടത് അടിച്ചിട്ട്. ഞങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവരിത് ചെയ്യത്തില്ല. എന്നിട്ട് ഇവർക്ക് ഇത് ആദ്യം ഇട്ട സമയത്തെ ഒരു വാണിംഗ് കൊടുത്തതാണ്. ആ വാണിംഗ് കൊടുത്തിട്ട് അവരത് പാതിരാത്രിക്ക് അവർ ഈ മണ്ണിറക്കി ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ളതാണ് ഇവിടെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പും നീർച്ചാലുകൾ ഉൾപ്പെടെ ഒഴുകുന്ന ഈ പ്രദേശത്ത് സമാന രീതിയിൽ നിലനികത്തൽ നടത്തിയിരുന്നു. തുടർന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി ടിപ്പർ ലോറികൾ തടയുകയും പോലീസിനെയും വില്ലേജ് അധികൃതരെയും വിവരമറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നികത്തൽ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇവിടെയാണ് കഴിഞ്ഞ പുലർച്ചെയും ഇത്തരത്തിൽ മാഫിയ സംഘം നികത്തൽ നടത്തിയത്. ഇവിടെ നിന്ന് 100 മീറ്റർ അകലെയാണ് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയാണ് മണ്ണുമായി ടിപ്പർ ലോറികൾ ഓടുന്നത്. എന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ചാത്തന്നൂർ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണെന്ന് പറഞ്ഞ് തടിതപ്പുകയാണ്. CCTV ഉൾപ്പെടെയുള്ള പ്രദേശമായിട്ടും അത് പരിശോധിക്കാനോ മണ്ണടിച്ച ടിപ്പർ ലോറികൾ കണ്ടെത്തുന്നതിനോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഊറാംവിള ലക്ഷം വീട് കോളനിക്ക് സമീപം ഏലയും ഈ സംഘം വൻതോതിൽ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരുളിന്റെ മറവിൽ കുതിച്ചുപായുന്ന ടിപ്പർ ലോറികൾ പല ഇടങ്ങളിലായി നികത്തുന്നത് ഏക്കർ കണക്കിന് ഭൂമിയാണ്. പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന പരാതിയാണ് പരക്കെയുള്ളത്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.